ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു നൈറ്റ് ലൈഫാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്താണ്. ഞങ്ങളിങ്ങനെ ബൈക്ക് എടുത്ത് വെറുതെ ഇങ്ങനെ കറങ്ങും കേട്ടോ. എനിക്ക് കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ മാനവീയം വീതിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ പേര് ചേർത്ത് പാട്ടും ഡാൻസും ബഹളമായിട്ടൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരോടൊപ്പം നല്ല ചില്ലായിട്ട് കിയാനും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ചേട്ടന്മാർ എന്താ ചെയ്യുന്നതെന്നുള്ള രീതിയിലൊക്കെ നോക്കി ആളും അവരുടെ കൂടെ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ലക്ഷ്മി പാർക്കിലേക്കാണ്. നമ്മുടെ കനോക്കുന്ന്, ട്രിവാൻഡ്രം കനോക്കുന്നിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ലക്ഷ്മി പാർക്ക്. അപ്പോൾ ഇത് കിയാനുവിന് ഭയങ്കര ഇഷ്ടമാണ് പാർക്കിൽ കളിക്കാൻ. സീസോയിലൊക്കെ ഇരുന്ന് ഭയങ്കര കളിക്കുകയാണ്. അവിടെ എത്തിയപ്പോഴേക്കും കിയാനുവിന് ഒരു ഫ്രണ്ടിനെ കിട്ടി. അങ്ങനെ ആ ഫ്രണ്ടിൻ്റെ പുറകെ നടന്ന് ഓരോ റൈഡിലും കയറി കളിക്കുമായിരുന്നു. പിന്നെ ഇതിലൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തായാലും ആൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ സന്തോഷം വരുന്നത് അല്ലേ. അപ്പോൾ ഞങ്ങൾ കിയാനൊപ്പം നിന്ന് നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ നല്ല ചിരിയൊക്കെ കണ്ടാൽ തന്നെ അറിയാം അതിലൊക്കെ കളിക്കണം. ചേച്ചിമാർ കളിക്കുന്നതൊക്കെ നോക്കി നിന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കെല്ലാത്തിലും കളിക്കണം എന്നുള്ള ആ ഒരു ഫീലിലാണ് അവിടെ നിൽക്കുന്നത് പോലും. പക്ഷേ എല്ലാത്തിലും കളിക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ. കാരണം ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ നടന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഇത് ഊഞ്ഞാലാണ്. അപ്പോൾ ഇതിൽ തനിച്ചിരുന്നാട്ടി ഇപ്പോൾ വീഴുമെന്നുള്ളൊരു പേടി ഇരിക്കുന്നുണ്ട്. കാരണം ഇതിൽ നമുക്ക് പിടിച്ചിരിക്കാനുള്ള ഒന്നുമില്ല. അപ്പോൾ വീഴുമെന്ന് തോന്നൽ ഉള്ളത് കൊണ്ട് ഞാനും കൂടി ഒന്ന് കയറിയിരുന്നു ആടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആട്ടം തുടങ്ങി ഗൈസ്. അപ്പോൾ നല്ല രസമായിരുന്നു. ആദ്യം കിയാൻ ഇതെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കിയിരുന്നു. കാരണം തന്നെ ഇരുന്ന് ആടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ വീഴാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഞാനും കൂടി കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ആട്ടം തുടങ്ങി. അപ്പോൾ വീഡിയോ പകർത്തുന്നത് നമ്മുടെ ചിന്തുവനാണ്. അപ്പോൾ എന്തായാലും ആട്ടം തുടങ്ങിയപ്പോഴേ തന്നെ ചിന്തുവനും പറഞ്ഞു ഇപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ ഓടി വന്ന് നിന്നെ ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നാലും കിയ നല്ല രസിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ചിന്തു പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് ആളെത്തി എന്നെ അങ്ങോട്ട് പുറത്താക്കി. പിന്നെ നിങ്ങൾ അധികം സമയം ഇരുന്നില്ല. അപ്പോഴേക്കും കിയാനും മണ്ണിൽ കളിക്കണമെന്ന് പറഞ്ഞ് ബഹളമായി. മണ്ണ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കളി തുടങ്ങും കേട്ടോ. പക്ഷെ ആ കാണുന്ന ആവേശം മാത്രമേ ഉള്ളൂ. ട്വിസ്റ്റ് ഇനിയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും മണ്ണ് കണ്ടു. അപ്പോൾ ഇനി അങ്ങോട്ട് അതിൽ സ്റ്റെപ്പിൽ കയറി കളിക്കാനൊന്നും ആയിട്ടില്ല. അത്ര മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ മണ്ണിലേക്ക് വീണ് കഴിഞ്ഞപ്പോൾ അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോട് കൂടി അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഒരു OCD കാറ്റഗറി ആണെന്നാണ് തോന്നുന്നത് എന്നെ പോലെ. അതായത് എനിക്കാണെങ്കിലും ഇതുപോലെയാണ് എന്തെങ്കിലും കയ്യിൽ പറ്റില്ല അപ്പോൾ കഴുകണം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും വീക്ഷിക്കും വായിലൊന്നും വയ്ക്കാനുള്ള ഇത് തുടങ്ങിയിട്ടില്ല കേട്ടോ. കാരണം കയ്യിൽ പറ്റിക്കഴിഞ്ഞ് ഇനി കൈ കഴുകി കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള ഇതിലാണ്. കയ്യിൽ പറ്റി ഇനി മണ്ണിൽ കളി തുടങ്ങി. ചേട്ടനൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ വന്ന് വിളിക്കുകയാണ്, ബാമോനെ കളിക്കാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും മണ്ണ് ഷൂവിൻ്റെ അകത്തും കയ്യിലും ഒക്കെ മണ്ണായി. അപ്പോൾ ഇനി കഴുകി കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മോശമായി പോയി.